കേരളം ഭീകരവാദികളുടെ പറുദീസയാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ട് ഏറെ നാളുകളായി. ഇവിടെ ഭീകരവാദികളെ അടവച്ചു വിരിയിക്കുന്ന നഴ്സറികളല്ല, വലിയ സർവകലാശാലകൾ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന ആരോപണം. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ മതസംഘടനകളാകട്ടെ ഒക്കെ ഇതേക്കുറിച്ച് വലിയ വലിയ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടന്ന കഥയൊക്കെ നമുക്കറിയാം. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ, കാശ്മീരിനെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ, പാക് തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒക്കെ പോയ ചെറുപ്പക്കാരുടെ കഥയും നമുക്കറിയാം. ഇതെല്ലാം ഇന്നും കഥകളായി ചരിത്ര താളുകളിൽ അവശേഷിക്കുന്നു. ഇന്നും കേരള സമൂഹം, കേരളത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ, കേരള പോലീസിൻ്റെ സംവിധാനങ്ങൾ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒക്കെ ഇത് എത്ര ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെയ്ത വിക്രിയ, അതവൻ്റെ കുസൃതിയാണോ വികൃതിയാണോ അതോ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ഈ കുട്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി ആ സ്കൂളിലുള്ള അധ്യാപകരെയും ആ ജില്ലയിലുള്ള പോലീസ് മേധാവിയെയും മാത്രമല്ല, കേരളത്തെ മുഴുവനും ഞെട്ടിക്കുന്നതാണ്. ഈ മാസം നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ്, ഉത്തരമെഴുതേണ്ട ആ പേപ്പറിലാണ് ആ കുട്ടി തൻ്റെ ആ കലാവൈഭവം പ്രകടിപ്പിച്ചത്. അത് ആ സംശയം തോന്നിയ ആ അധ്യാപിക ആ പേപ്പർ വാങ്ങി നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. അവർ വളരെ പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്തു, മറ്റ് അധ്യാപകരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. വളരെ പെട്ടെന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി, തുടർന്ന് പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ അത് സെൻട്രൽ ഇൻ്റലിജൻസ് അന്വേഷിക്കാൻ കേരളത്തിലെത്തിയിരിക്കുകയാണ്. NIA അതുപോലെയുള്ള മറ്റ് മിലിറ്ററി ഇൻ്റലിജൻസ് പോലെയുള്ള ഏജൻസികൾ ഒക്കെ ഇത് സംബന്ധിച്ച വിവരം തേടിക്കഴിഞ്ഞു. ഈ കുട്ടി ചെയ്ത പ്രവൃത്തി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഏറി വന്നാൽ 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ്. നമുക്കറിയാം, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ കുട്ടികളായിട്ടാണ് കാണുന്നത്. ആണെങ്കിലും അവർക്ക് കുട്ടികൾ എന്ന പരിഗണനയാണ് നിയമം ഉൾപ്പെടെ കൊടുക്കുന്നത്. അത്യാവശ്യം കാര്യബോധമുള്ള ഒരു പ്രായമാണ് അത്. 14-15 വയസ്സ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുട്ടി ചെയ്തത് തൻ്റെ ചോദ്യപേപ്പറിൽ വെടി ഉതിർക്കുന്ന തോക്കുകളുടെ ചിത്രം, അതുപോലെ ഭീകര സംഘടനകളുടെ പേരുകൾ, ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ പേരുകൾ അത് തെറ്റാതെ, അക്ഷരപ്പിശകില്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി വച്ചിരിക്കുന്നു. ഇനി ഹമാസ് ഉണ്ട്, ഹൂതികളുണ്ട്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഈ കുട്ടി ആ ഉത്തരപേപ്പറിൽ, ചോദ്യവും കൂടെ ഒരുമിച്ച് ചോദ്യം വരുന്ന പേപ്പറിൽ തന്നെ ഉത്തരം എഴുതി കൊടുക്കണമായിരിക്കും. അങ്ങനെയുള്ള അതിനകത്താണ് ആ കുട്ടി ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് കണ്ട് ഞെട്ടിപ്പോയ അധ്യാപിക അത് വളരെ പെട്ടെന്ന് തന്നെ അതിന്മേൽ നടപടിയെടുക്കാൻ ആരംഭിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ ഉത്തരമേഖല, നമ്മുടെ കേരള പോലീസിൻ്റെ ഉത്തരമേഖല വിഭാഗത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഈ സംഭവം. അവർ ഇതിൻ്റെ വേരുകൾ തേടി വളരെ ആഴങ്ങളിലേക്ക് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലാണ് ആലപ്പുഴയിൽ ഒരു കുട്ടിയെ തോളിലിരുത്തി അവിലും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം വിളിപ്പിച്ചത്. ഒരു കൊച്ചുകുട്ടി, ഏതാണ്ട് 10-12 വയസ്സുണ്ടാവും. ഒരു SDPI നിരോധിക്കപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രകടനത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ വിളിച്ചത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധന വാർഷികമാണിപ്പോൾ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 27-നോ 28-നോ 29-നോ ഒക്കെയാണ് പോപ്പുലർ ഫ്രണ്ട്
2-3 വർഷം മുമ്പ് നിരോധിച്ചത്. 2022 പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത്. ഈ സെപ്റ്റംബർ മാസം 27 28 29 എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിന് മുമ്പ് നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അത് കുറേ ആൾക്കാർ ചേർന്ന് ഏറ്റുവിളിക്കുന്നു. അവിലും മലരും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, കുന്തിരിക്കം വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. ഈ അവിലും മലരും കുന്തിരിക്കവും ഒക്കെ ഏതൊക്കെ ചടങ്ങിന് ഉപയോഗിക്കും എന്ന് നമുക്കറിയാം. അതിൻ്റെ ആ രണ്ടാമത്തെ വരി വളരെ കൃത്യമായിട്ട് ഏത് ചടങ്ങിനാണ് ഉപയോഗിക്കുന്നതെന്ന് അടിവരയിട്ട് പറയുകയാണ്. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. നോക്കൂ, ഒരു കൊച്ചുകുട്ടിയുടെ തലച്ചോറിൽ എന്തുമാത്രം വിഷമാണ് കുത്തിവെച്ചിരിക്കുന്നത്. മതസ്പർദ്ധയുണ്ടാക്കാൻ, അതിലൂടെ സംഘർഷം സൃഷ്ടിക്കാൻ, കലാപം നടത്താൻ ഒക്കെ കാരണമായേക്കാവുന്ന വിധത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ, ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളായ ഇതരമത വിശ്വാസികളെ എങ്ങനെയായിരിക്കും ആ കുട്ടി നോക്കിക്കാണുക? അത് തന്നെയല്ലേ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഈ തൻ്റെ ചോദ്യപേപ്പറിൽ ഇത്തരത്തിൽ വെടിയുണ്ടകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങൾ വരച്ചു വയ്ക്കുക, അതുപോലെ നിരോധിത ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ വിദേശത്തുള്ള, ഇവിടെയുള്ളതല്ല, അറബ് രാജ്യങ്ങളിൽ വലിയ തലവേദനയായിരിക്കുന്ന, ആ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് തദ്ദേശവാസികൾ പ്രാർത്ഥിക്കുന്ന ചില ഗ്രൂപ്പുകൾ, ഹമാസ്, ഹൂതികൾ, ഇവരുടെയൊക്കെ പേരുകൾ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളം എവിടെ ചെന്ന് നിൽക്കുകയാണ്? ഒരു കൊച്ചുകുട്ടി, നമുക്ക് പോട്ടെ ഒരു 18 വയസ്സ് കഴിഞ്ഞയാളാണ്, അല്ലെ ഒരു 10-20 വയസ്സ് കഴിഞ്ഞയാളാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ കണ്ടും കേട്ടും ഇത്തരത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തി എന്ന് കരുതാം. അത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അവിടെയാണ് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി, ഒരു 14 വയസ്സുകാരൻ അല്ലെങ്കിൽ 15 വയസ്സുകാരൻ ഇത്തരത്തിൽ ഉള്ള ചില രേഖപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോഴിത് ഞാൻ അറിഞ്ഞത്, പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഇത് കണ്ണൂർ ജില്ലയിൽ ഏത് സ്കൂളാണെന്നൊന്നും പുറത്തുവിട്ടിട്ടില്ല. അവിടേക്ക് വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളടക്കം, സെൻട്രൽ IB അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഈ കുട്ടിയെ ഇനി കൗൺസിലിങ്ങിന് വിധേയമാക്കാനാണ് പൊതുവായൊരു തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ ചോദ്യം ചെയ്തു. അവരിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ ഇനി കൗൺസിലിങ്ങിന് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക, ഒരു വലിയ ഭയം പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് ഒരു 10-15-18 കൊല്ലം മുമ്പാണ്, എനിക്ക് തോന്നുന്നു 2008 തോന്നുന്നു, 4 ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് വിശുദ്ധ യുദ്ധം ചെയ്യാനായിട്ട് പോയത്. അത് പാക് അതിർത്തി കടന്ന് അപ്പുറത്ത് പോയി ബോംബുണ്ടാക്കാനും മറ്റും പരിശീലനം നേടി തിരിച്ചു വന്ന് നമ്മുടെ സൈന്യത്തിനെതിരെ, നമ്മുടെ പോലീസിനെതിരെ, നമ്മുടെ പൗരന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയവരാണ്. അതൊക്കെ ചെറുപ്പക്കാരാണ്, 20 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നൊക്കെ നമുക്ക് കരുതാം, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അതിൽ പലരും ക്രിമിനലുകളാണ്. ഈ ക്രിമിനലുകളെ ഇത്തരത്തിൽ കണ്ടെത്തി പരിശീലിപ്പിച്ച് സമൂഹത്തിൽ വലിയ നാശം വിതയ്ക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അത്തരത്തിൽ അന്നത്തെ ആ റിക്രൂട്ട്മെൻറ്റ് നടന്നത്. ഇന്നിപ്പോൾ ഒരു കൊച്ചു കുട്ടിയിലേക്ക്, 14 വയസ്സുള്ള ഒരു കുട്ടിയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ ഇതര മതസ്ഥരായ കുട്ടികളെ മതം മാറ്റിയാൽ എന്തൊക്കെയാണ് അവരോട് പറയേണ്ടത്, എന്തൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്ന് ഉത്തരമെഴുതിക്കാൻ ചോദ്യപേപ്പർ തയ്യാറാക്കിയ, അങ്ങനത്തെ പാഠപുസ്തകം സിലബസ് ഉണ്ടാക്കിയ നാടാണ് കേരളം. പീസ് സ്കൂളിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും നിർബാധം യൂട്യൂബിലടക്കം ഈ പരമത വിദ്വേഷം
പ്രചരിപ്പിക്കുന്ന നിരവധി ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നോക്കൂ, മതസൗഹാർദ്ദം നിലനിന്ന് ഏതാണ്ടൊരു 20-30 കൊല്ലം മുമ്പ് കേരളം വളരെ ശാന്തമായിരുന്നു. അങ്ങിങ്ങ് ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളം സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയായിരുന്നു. മലബാർ ലഹളയൊന്നും മറന്നിട്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. എങ്കിലും പൊതുവെ കേരളം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിച്ചതിൽ രാഷ്ട്രീയക്കാർക്കും അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ പങ്കുണ്ട്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല സംഘടനകളും, നിരോധിക്കപ്പെട്ട സംഘടനകൾ ഉൾപ്പെടെ ഇതിന് വലിയ വെള്ളവും വളവും കൊടുത്ത് ഇതിനെ വളർത്തി. ഇന്നത് ഒരു വീടിനകത്ത്, ഒരു കുടുംബത്തിനകത്ത്, ഒരു കൊച്ചു കുട്ടിയിലേക്ക്, 14 വയസ്സുകാരനിലേക്ക് എത്തി നിൽക്കുകയാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ അതോ ചെകുത്താൻ്റെ സ്വന്തം നാടാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു വലിയ പാഠമാണ്, ഒരു വലിയ മുന്നറിയിപ്പാണ്. ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത് വെറുതെയല്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരട്ടെ. ഒരു കൊച്ചുകുട്ടിയുടെ വികൃതിയായി മാത്രം അത് അങ്ങനെ ആണ് എന്ന വാർത്ത സ്ഥിരീകരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.